Welcome to RK's Stories. സേറയുടെ ഉത്തമഗീതം ഭാഗം 4. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. വടുതലയിൽ കായലിനോട് ചേർന്നുള്ള വീട്ടിലേക്ക് കാർ കയറി ചെല്ലുമ്പോൾ കുഞ്ഞമ്മയും കൊച്ചപ്പനും ഉറങ്ങാതെ മുൻവശത്ത് തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വരാന്തയിലെ ഭിത്തിയിൽ തോട്ടത്തിൽ ആർക്ക് എന്ന് പേരെഴുതിയ ബോർഡ് തൂങ്ങുന്നു. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം തോട്ടത്തിൽ എന്ന തറവാട്ട് പേരിനോടൊപ്പം നോഹയുടെ പെട്ടകം എന്നതിന്റെ ആർക്കും കൂടി കൂട്ടിച്ചേർത്തതാ. ഇനി എങ്ങാനും വെള്ളം പൊങ്ങിയാൽ ആ ആർക്കിന്റെ ബലത്തിൽ രക്ഷപ്പെടട്ടെ എന്ന കൊച്ചപ്പന്റെ ബുദ്ധി. കായലിന്റെ കരയിലാണല്ലോ വീട്. ഏത് കാറ് നിർത്തിയ ഉടനെ ലവൻ ചാടി ഇറങ്ങി വന്നു. ആൻ ഇറങ്ങുമ്പോഴേക്കും അവളുടെ ബാഗ് എടുത്ത് അവൻ തോളിലേക്ക് തൂക്കി. ഇന്നാ ഞാൻ എന്റെ ബാഗും കൂടി അവന്റെ തോളിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. അവൻ എന്നെ ഒരു നോട്ടം നോക്കി. ഞാൻ മൈൻഡ് ആക്കാതെ വരാന്തയിലേക്ക് കയറി ചെന്ന് കുഞ്ഞമ്മയെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞമ്മയുടെ കുട്ട, എത്ര നാളായി കണ്ടിട്ട് പറഞ്ഞതിനൊപ്പം ആളൊരു ഉമ്മയും തന്നു. അതോടൊപ്പം മുടിയൊക്കെ വലിച്ചു പറിച്ചു നോക്കുന്നുണ്ട്. എന്തൊരു കോലോടായത്! 2 കൊല്ലം ഹൈദരാബാദിൽ കിടന്നപ്പോഴേക്ക് ബംഗാളികളെ കൂട്ടായി. കണ്ടില്ലേ, മുടിയൊക്കെ പോയി. കുഞ്ഞമ്മ നെടുവീർപ്പിട്ടു. വെറുതെ അല്ല ആ അലവലാതി ഹിന്ദിയിൽ സംസാരിച്ചത്. അതോർത്തപ്പോ ഞാനും ഒപ്പം നെടുവീർപ്പിട്ടു. ഇവിടെ നിന്നുകൊണ്ട് കുഞ്ഞമ്മയുടെ ശുശ്രൂഷയിൽ എല്ലാം ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം. അതും ഓർത്തുകൊണ്ട് ഞാൻ കൊച്ചപ്പനെ നോക്കി. അങ്ങേരെ ആനിനെ അകത്തേക്ക് ക്ഷണിക്കുക. അപ്പൻ അങ്ങ് മാറ്, ഞാൻ കൊണ്ടുവന്നോളാം എന്ന പോലെ ആരോൺ വട്ടം നിൽക്കുന്നുണ്ട്. ആനാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത മുറ്റത്തിന്റെ ഭംഗിയും അവിടെ നിന്ന് കാണുന്ന കായലും നോക്കി നിൽപ്പാ. ഞാൻ പറയാൻ വിട്ടുപോയി, അവൾക്ക് ബാങ്കിലെ കണക്കെടുപ്പ് കൂടാതെ കവിത എഴുതുന്ന ചെറിയൊരു അസുഖം കൂടിയുണ്ട്. മിക്കവാറും നാളെ മയങ്ങിക്കിടക്കുന്ന കായലിനെ കുറിച്ച് ഒരു കവിത ഞാൻ കേൾക്കേണ്ടി വരും. വാ മക്കളെ. കുഞ്ഞമ്മയ്ക്ക് പിന്നെ എന്നെയോ വിയോ കണ്ടാൽ പിന്നെ വേറെ ആരും വേണ്ട. പുള്ളിക്കാരി എന്റെ കയ്യും പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി. പിന്നാലെ ആരോണിനാൽ ആനയിക്കപ്പെട്ടുകൊണ്ട് ആനും കയറി വന്നു. മക്കള് ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോടാ? കുഞ്ഞമ്മ ചോദിച്ച് തീരും മുന്നേ ആരോൺ ഇടയിൽ കയറി. ഞാനും അത് ചോദിക്കാൻ വരികയായിരുന്നു. കഴിച്ചായിരുന്നോ? ആനിനോടാ. അവൾ ആന്നെ കഴിച്ചോ ഇല്ലയോ എന്നൊരു സംശയമുള്ളതുപോലെ നിൽപ്പുണ്ട്. എന്നാ പിന്നെ നീ ആ ചപ്പാത്തിയും ചിക്കനും കൂടി അങ്ങ് ചൂടാക്കി എടുക്ക്. ചിക്കൻ ഒന്നുകൂടെ അങ്ങ് മുരിച്ചോ. കൊച്ചപ്പന്റെ വക നിർദ്ദേശം വന്നു. ഞാൻ എങ്ങാനും വേണ്ട എന്ന് പറയുമ്പോഴൊരു പേടി ഉള്ളതുപോലെ അവൾ എന്നെ നോക്കി. കൂടാതെ കൊച്ചപ്പന്റെ വായിലേക്കും. ചിക്കന്റെ ഒപ്പം വേറെ വല്ലതും ഉണ്ടോ എന്നോ മറ്റോ ആണ് ആ നോട്ടത്തിന്റെ അർത്ഥം. ചിക്കൻ ഫ്രൈ മോൾക്ക് ഇഷ്ടമല്ലേ? ആനിനോടുള്ള ചോദ്യം കേട്ട് ഞാൻ ചിരിച്ചു. നല്ല ആളോടാ ചോദ്യം. ചിക്കൻ പുഴുങ്ങി കൊടുത്താലും അവൾ വെട്ടി വിഴുങ്ങിക്കോളും. അതിപ്പോ ചിക്കൻ എന്ന് കേട്ടാ കൊച്ചപ്പനും ഭ്രാന്താ കേട്ടോ. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടേലി അങ്ങേര് കാലത്ത് അടുക്കളയുടെ വാതിലിന് മുന്നിലുണ്ടാവും. ആ നിൽപ്പ് കാണുമ്പോ കുഞ്ഞമ്മയ്ക്ക് കാര്യവും മനസ്സിലാകും. പോയി വാങ്ങിച്ചോണ്ട് വാ. ആ ഒരു അനുവാദം കിട്ടാനുള്ള നിൽപ്പാ അത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പുള്ളി വരാന്തയിൽ വെച്ചിരിക്കുന്ന സൈക്കിളും എടുത്തങ്ങ് ഇറങ്ങും. അന്ന് പിന്നെ ചിക്കൻ ഫ്രൈയും കൂട്ടി ചെറുതും അടിച്ച് ടിവിയും കണ്ട് ആൾ അങ്ങനെ ഇരിക്കും. എന്ന് കരുതി ഞായറാഴ്ച മാത്രമേ അടിക്കൂ എന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എന്നും അടിക്കും, ചിക്കനും തിന്നും. അല്ല പിന്നെ കൊച്ചപ്പന് കോഴിയോട് ഇത്ര പ്രണയമുള്ളത് കൊണ്ടാ ഈ ആരോൺ ഇങ്ങനെ കോഴിയായി പോയതെന്നാ ഞങ്ങൾ പറയാറുള്ളത്. 15 മിനിറ്റ് കൊണ്ട് ചപ്പാത്തിയും ചിക്കനും ടേബിളിൽ നിരന്നു. വേണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മ സമ്മതിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനൊരു ചപ്പാത്തിയുടെ വാക്കും ഒടിച്ചു പിടിച്ചുകൊണ്ടിരിപ്പ. അപ്പോഴേക്കും ഞാനൊരു ചപ്പാത്തി തീർത്തു കഴിഞ്ഞു. കുഞ്ഞമ്മയുടെ കൈപുണ്യത്തെ പറ്റി ഇവളെപ്പോഴും പറയും. ആനിന്റെ പുകഴ്ത്തല് കേട്ട് കുഞ്ഞമ്മ ചിരിച്ചപ്പോ ഞാനങ്ങ് കണ്ണു വിഴിച്ചു. എപ്പോ എന്റെ ഇരിപ്പ് കണ്ട് അവളൊന്ന് ഇളിച്ചു കാട്ടിയിട്ട് അടുത്ത ചപ്പാത്തിക്ക് കൈ നീട്ടി. ഒരു ചെറുതുകൂടി ഒഴിക്കട്ടെ? കൊച്ചപ്പനാ. അടിക്കുന്നവരോട് അങ്ങേർക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അവൾ ഓക്കെ പറയുകയാണെന്നേ അതിന്റെ പേരിൽ അങ്ങേർക്കും ഒരെണ്ണം അടിക്കാം. അതാ ആ ചോദ്യത്തിന് പിന്നിൽ. അവളുടെ കണ്ണുകളിലെ തിളക്കം എന്റെ പല്ലിറുമലിൽ അങ്ങ് കെട്ടുപോയി. ശോ, കൊച്ചപ്പൻ എന്ത് തോന്നി കാണുമോ എന്തോ. ഭക്ഷണവും കഴിഞ്ഞ് പെട്ടിയും കിടക്കയുമായിട്ട് മുകളിലത്തെ നിലയിലേക്ക് കയറുമ്പോഴായിരുന്നു ആനിന്റെ രോദനം. എന്തു തോന്നാൻ? അല്ല, ചെറുതൊരെണ്ണം ഒഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ പാവം കൊച്ചപ്പൻ. അതോർത്ത് നീ വിഷമിക്കണ്ട, 2 ദിവസം ഇവിടെ ഉണ്ടാകുമല്ലോ. ആ ചോദ്യം ഇനിയും വരും. അപ്പോ ആ സങ്കടം അങ്ങ് തീർക്കാം. ആണല്ലേ? ആ കണ്ണുകളിലെ തിളക്കം തിരികെ വന്നു. കേറ്. ഞാൻ അവളെ പിന്നിൽ നിന്നും ഉന്തി പടികൾ കയറ്റി. ഞങ്ങളുടെ മുറിയിൽ വന്ന് സുഖസൗകര്യങ്ങളൊക്കെ ഒന്നുകൂടി തിരക്കിയിട്ടാ ആരോൺ അവന്റെ മുറിയിലേക്ക് പോയത്. പോയ പിന്നാലെ ഞാനും ചെന്നു. ഒന്ന് ഉപദേശിച്ചില്ലേ ശരിയാവത്തില്ല. എന്തായി ചെയ്?
എന്താ ഒരു വിനയം. ചെറുക്ക, നിന്നേക്കാൾ 2-3 വയസ്സിന് മൂപ്പുണ്ട് അവൾക്ക്. അതിനൊന്നുമില്ല, നിന്റെ ഈ കോഴി സ്വഭാവം കൊണ്ട് അങ്ങോട്ട് ചാടണ്ടെന്ന് പറഞ്ഞതാ. അയ്യേ, ഒന്ന് പോയിട് ചേച്ചി. ഞാൻ ആ ടൈപ്പൊന്നുമില്ല, അതൊക്കെ പണ്ടേ നിർത്തി. ഇപ്പൊ പഠിത്തത്തിൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. 4-5 സപ്ലി ഉണ്ടേ, അത് ഈ പ്രാവശ്യം എങ്ങനെയും എഴുതിയെടുക്കണം. ഉവ്വ, കർത്താവാണ് സത്യം. അവൻ തൊണ്ടക്കുഴിയിൽ പിടിച്ച് ആണയിടുന്നുണ്ട്. ഇപ്പൊ നിലവില്ലി, നിനക്ക് എത്ര ലൈനുണ്ട്? അവൻ ഒരു വിരൽ ഉയർത്തി കാട്ടി. എന്റെ കടുപ്പിച്ചുള്ള മുളലിൽ വിരലിന്റെ എണ്ണം 2 ഒന്നുകൂടി കണ്ണുകൾ കൂർപ്പിച്ച് നോക്കിയതോടെ 3. എളിക്ക് കൈയും കുത്തിയതോടെ അത് 4. ഇനി തല്ലിയാലും കൂടില്ല എന്ന മട്ടിൽ അവൻ ആ 4 വിരലുകളും വിറപ്പിച്ച് കാട്ടി. ആ ശരി. അവന്റെ ഒരു സ്വഭാവം വെച്ച് കണക്കൊക്കെ ആയപ്പോ ഞാൻ തിരിഞ്ഞു. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. കട്ടിലിൽ കിടന്ന് കൊഞ്ഞനം കുത്തുകയാ ആ കോഴി. കാലിൽ കിടന്നിരം ചെരുപ്പൂരി ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. കാലത്ത് ഉറക്കമുണർന്ന ഈതർ കൈകൾ വിടർത്തി കട്ടിലിരുന്ന് മൂരി നിവർത്തി. ചെറിയൊരു തലവേദനയുണ്ട്. ഇന്നലെ അടിച്ചതൽപ്പം കൂടിപ്പോയി. മുഖം മറഞ്ഞു കിടക്കുന്ന മുടിയെടുത്ത് ഉച്ചിയിലേക്ക് കെട്ടിവെച്ചിട്ട് വെള്ളം കുടിക്കാൻ ബോട്ടിൽ തപ്പിയപ്പോഴാ കിടക്കയിൽ ചിതറിക്കിടക്കുന്ന മുല്ലപ്പൂവുകൾ കണ്ടത്. അവന്റെ നെറ്റി ചുളിഞ്ഞു. ഇതെങ്ങനെ ഇവിടെ വന്നു? ചുറ്റിനുമൊന്ന് നോക്കിയിട്ട് അവൻ എഴുന്നേറ്റ് ചെന്ന് തൊട്ടടുത്ത മുറി തുറന്നു. അവിടെ ഒരു കട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ട് മെൽവിനും അയനും. മെലോ വേവ്സിന്റെ ഓഫീസിന്റെ 3ാമത്തെ നിലയിൽ 4 ബെഡ്റൂമുകളുണ്ട്. ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും രാത്രി എപ്പോഴെങ്കിലും തങ്ങണമെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാ. ദാ എഴുന്നേറ്റ്. അവൻ ചെന്ന് കുലുക്കി വിളിച്ചതോടെ അയനും മെൽവിനും കണ്ണും തിരുമി എഴുന്നേറ്റു. ഇട, എന്റെ കിടക്കയിലെ മുല്ലപ്പൂവൊക്കെ കിടക്കുന്നു. ഇതെവിടെന്നാ ഇത്? അവള് പോയോ? തിരികെ മെൽവിന്റെ ചോദ്യം കേട്ട് എയ്തർ കണ്ണു മിഴിച്ചു. ഏതവള്? നീയല്ലേ ഇന്നലെ പറഞ്ഞത് അനന്യ ശരത്തിന്റെ കൂടെ ആദ്യരാത്രി ആഘോഷിക്കുമ്പോ നിനക്കും ഒരു പെണ്ണിന്റെ കൂടെ ആദ്യരാത്രി ആഘോഷിക്കണമെന്ന്. എന്നിട്ടെന്താ, നമ്മുടെ പാവം ധാരണ എവിടെയൊക്കെ നടന്നിട്ടാണെന്നോ ഒരു പെണ്ണിനെ ഒപ്പിച്ചോണ്ട് വന്നത്. നീ എന്തോന്നൊക്കെയാടാ ഈ പറയുന്നേ? എന്തു പറ്റി? അവള് പ്രശ്നം ഉണ്ടാക്കിയോ? അതോടെ അയനും കൂടി ഇളക്കാൻ. ഈട, ഞാൻ ഇന്നലെ ബോധമില്ലാതെ വല്ലതൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് നീയൊക്കെ കൂടെ പെണ്ണിനെ കൊണ്ടുവന്നോ? ഹായ് ശരി. മെൽവിൻ അയനെ നോക്കി തല കുലുക്കി. ഇപ്പൊ കുറ്റം നമ്മുടെ പേർക്കായോ? എന്നിട്ട് അവളെന്തേ പോയോ? അയൻ ചോദിച്ചു. എനിക്കറിയാൻ മേല. എയ്തർ ദേഷ്യത്തോടെ തല കുടഞ്ഞു. എന്നിട്ട് എന്തേലും സംഭവിച്ചോ എന്ന് പരിശോധിക്കും പോലെ സ്വയം ഒന്ന് നോക്കി. അവന്റെ ആ നോട്ടവും പരിശോധനയും കണ്ട് മെൽവിനും അയനും ചിരി അടക്കി. തോളൊപ്പം നീണ്ടുകിടക്കുന്ന മുടിയിൽ ചിക്കിക്കൊണ്ട് എയ്തർ തിരികെ പോയി. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോടാ ആ ചെറുക്കനെ വട്ടുപിടിപ്പിക്കാനായിട്ട് മുല്ലപ്പൂ വാങ്ങി അവന്റെ കിടക്കൈ വിതറാൻ? അയൻ കുറ്റപ്പെടുത്തുന്ന കണ്ണുകളോടെ മെൽവിനെ നോക്കി. ഇന്നലെ ഈ അലവലാതിയെ ആ പെണ്ണിന്റെ പേരും പറഞ്ഞ് നമ്മളെയിട്ട് ഓട്ടിച്ചത് മറന്നുപോയാ? പാവം ധാരണൻ. ഇന്നലെ ആ ഓടിയ ഓട്ടം എവിടെ ചെന്ന് നിന്നിട്ടുണ്ടാവോ ആവോ? മെൽവിൻ മുകളിലോട്ട് നോക്കി നെടുവീർപ്പിട്ടു. അത് കള, അണ്ണൻ വീട്ടിലെത്തി കിടന്നുറങ്ങിയിട്ടുണ്ടാവും. കുളിയും കഴിഞ്ഞ് കാലത്തെ വരുമ്പോ ചോദിക്കാം ഇന്നലെ കുളം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. നീ ചെന്ന് റെഡിയാൻ നോക്ക്, ഇന്ന് 10 മണിക്ക് ഓഡീഷൻ ഉള്ളതാ. അയൻ അവനെ കാലുകൊണ്ട് ഉന്തി എഴുന്നേൽപ്പിച്ചു. അത് മറന്നു. ഇനി വരാൻ പോണവൾ എങ്ങനെ ഉണ്ടാവോ എന്തോ. എഴുതുമോൻ കലിപ്പില്ല. അയൻ ചിരിച്ചു. ട്രൂപ്പിൽ ഇനി പെണ്ണുങ്ങൾ വേണ്ടെന്നാ ഓന്റെ ഒരിത്. ധാരണനെ ഒരു ശിഷ്യം കൂടി ആയല്ലോ. സ്ത്രീ വിരോധി ചെസ് നമ്പർ 3. ഉറക്കെ ചിരിച്ചും കൊണ്ട് മെൽവിൻ വാഷ്റൂമിന് നേർക്ക് നടന്നു. തുടരും. സേറയുടെ ഉത്തമ ഗീതം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.